ഫിഫ വേൾഡ് കപ്പ് 2026 ഏതാണ്ട് 2 റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ നിർണായകമായ സൂപ്പർ എയ്റ്റിലേക്ക്, അതായത് അവസാനത്തെ 8 ടീമുകളിലേക്ക് എത്തുന്നവരെ നമുക്ക് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും റൗണ്ടിലെ പ്രകടനത്തിന്റെ ബലത്തിലാണിത്. ഇത് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന കളികളിൽ വലിയ വ്യത്യാസം സംഭവിച്ചേക്കാം. എങ്കിലും ഏറ്റവും നല്ല പ്രകടനം നടത്തിയ 8 ടീമുകൾ, ഈ 8 ടീമുകളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എസ്പാന, അതായത് സ്പെയിൻ എന്ന് തന്നെയാണ്. കാളപ്പൂരുകാരുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കളിക്കാരാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. നമുക്ക് തോന്നും വാസ്തവത്തിൽ 11 കളിക്കാരല്ലേ ഉള്ളൂ. അതിൽ ഗോളി ഒഴികെ ബാക്കി 10 പേര് ഒരുമിച്ച് എതിർ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച അതിഗംഭീരം തന്നെയാണ്. അപ്പൊ അവരെ തടഞ്ഞു നിർത്തുക ഏതൊരു ടീമിനും വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഒന്നാം സ്ഥാനം എസ്പാനയ്ക്ക് എന്നെ കൊടുത്തേ പറ്റൂ. എസ്പാനയാണ് ഏറ്റവും മികച്ച ടീം എന്ന് പറയാം. രണ്ടാമത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള, അതായത് ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീനയാണ്. അർജന്റീന ഇപ്രാവശ്യം ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസ താരം മെസ്സി. മെസ്സി കഴിഞ്ഞ 2 കളികളിലും മെസ്സിയുടെ പ്രകടനം നന്നായിരുന്നു. ഗോൾ വേട്ടയിലും ഗോൾ നേട്ടത്തിലും ഒക്കെ തന്നെ ആ ലോക കിരീടം അർജന്റീന ഉയർത്തും, അല്ലെങ്കിൽ അർജന്റീന ഡിഫെൻഡ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കും. മൂന്നാം സ്ഥാനത്തെത്തുന്നത് പോർച്ചുഗലാണ്. ലാസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ അവസാനത്തെ അവസരം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് CR7 അഥവാ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. എങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞ കളികളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിമർശനം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ കളിച്ചു എന്നുള്ളതാണ്. ഫുട്ബോൾ ഒരാൾക്ക് മാത്രം കളിക്കാവുന്ന ഒരു കളിയല്ല, അതൊരു ഗ്രൂപ്പ് കളി തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരാളുടെ ഒരു കുറവുണ്ടെങ്കിൽ പോലും അത് ഗ്രൗണ്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഫുട്ബോൾ. അപ്പൊ 10 പേര് ഒരുമിച്ചാൽ തന്നെ, അല്ലെങ്കിൽ 11 പേര് ഒരുമിച്ചാൽ തന്നെയാണ് ആ കളി പൂർണ്ണമാവുള്ളൂ. അത് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണ് പോർച്ചുഗീസുകാർ. അതുകൊണ്ട് തന്നെ അവര് വരും കളികളിൽ ഒരുപക്ഷെ റിസർവ് ആക്കി നിർത്തിയ, കഴിഞ്ഞ കളിയിൽ റിസർവ് ആക്കി നിർത്തിയതായിരിക്കാം, ഗ്രൗണ്ടിലാണെങ്കിൽ കൂടി റിസർവ് ആക്കി നിർത്തിയതായിരിക്കാം ഈ CR7. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണർന്നു കളിക്കും, വരും കളികളിൽ മികച്ച മുന്നേറ്റം നടത്തുന്നുള്ള ഒരു തർക്കമില്ല. ലാസ്റ്റ് ചാൻസ്. അപ്പോൾ അവരെയും നമുക്ക് എഴുത്തള്ളാൻ കഴിയില്ല. 4-ാം സ്ഥാനത്ത് എത്തുന്ന എംബാപ്പയുടെ ഫ്രഞ്ച് ടീം. അവരൊരു ഫ്രഞ്ച് പടയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരൊരു വലിയ പാറ്റൻ ടാങ്ക് കൊണ്ടുവച്ചിട്ട് ആ പാറ്റൻ ടാങ്ക് വെടിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇതുവരെയുള്ള അതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഗ്രൗണ്ട് നിറഞ്ഞു കളിക്കുന്ന എംബാപ്പെ കഴിഞ്ഞ വേൾഡ് കപ്പിലും അതിന് മുമ്പുള്ള വേൾഡ് കപ്പിലും ഒക്കെ പുറത്തെടുത്തതിനേക്കാൾ ശക്തമായ തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന എംബാപ്പെ 4-ാം സ്ഥാനത്ത് വരും. ഇനി 5-ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ ഓറഞ്ച് പടയാണ്. ഓറഞ്ച് പട ഇപ്പൊ തന്നെ ഏതാണ്ട് തുരുതുര ഗോളുകൾ അടിക്കുന്നതിൽ വിദഗ്ധരാണ്. അവർ 5 ഗോളുകൾ 6 ഗോളുകളൊക്കെയാണ്. ഇപ്പൊ എതിർ ടീമിനെ കുറച്ച് ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഈ 5ഉം 6ലൊക്കെ നിന്ന് പോകണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും അപ്പൊ നെതർലാൻഡ്സ് എഴുത്തള്ളാവുന്ന ഒരു ടീമല്ല. അതുപോലെ തന്നെയാണ് ജർമ്മനി ഒരു പടക്കപ്പലം അവിടെ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് യുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം ജർമ്മനിയോട് എതിര് കളിക്കുന്ന ടീമിന് 6ഉം 7ഉം ഗോളുകളൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഇനിയുള്ള ആളുകൾ എത്രമാത്രം ഗോള് കൂട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അസിയാള എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഇടാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അവന്റെ വരവ് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ ജർമ്മനി, അതുപോലെ തന്നെ കൊളംബിയ, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ആ മേധാവിത്വത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ടീമാണ് കൊളംബിയയുടെ നമുക്കറിയാം ഹിഗ്വിറ്റയുടെ കിക്കുകൾ അല്ലെ, സ്കോർപിയോ കിക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ കിക്ക് ലോകപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ വാൽഡറമ അല്ലെ, കളം നിറഞ്ഞു കളിക്കുന്ന വാൽഡറമ, പറന്നു കളിക്കുന്ന വാൽഡറമ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ 2014 മിന്നിത്തിളങ്ങിയോന്ന് അറിയാൻ പാടില്ല, ജെയിംസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കളിക്കളത്തിൽ ഇല്ലെങ്കിലും അവർക്ക് പിൻഗാമികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഒന്നും നമുക്ക് എഴുത്തള്ളാവുന്നത്. ഇനി വേറൊരു ടീമിന്റെ കാര്യം പറഞ്ഞാൽ ഹാരിക്കെയിൻ, ഇംഗ്ലണ്ടിന്റെ ഹാരിക്കെയിൻ അല്ലെ. ഹാരിക്കെയിൻ കളിച്ച കളികൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ ബോളുണ്ടോ അവിടെ ഹാരിക്കെയിൻ, എവിടെ ഷോട്ടുണ്ടോ അവിടെ ഹാരിക്കെയിൻ ഉണ്ട്. അപ്പൊ ആ തരത്തിലേക്ക് ഇംഗ്ലണ്ടും നല്ല ഒരു സ്ക്വാഡുമായിട്ട് വന്നിട്ടുള്ളത്. അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട്, നിർണായകമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. അപ്പൊ അവരെ നമുക്ക് എഴുത്തള്ളാനായിട്ട് കഴിയും. പിന്നെ വേറൊരു ടീം എന്ന് പറഞ്ഞാൽ ജപ്പാൻ ആണ്. ജപ്പാൻ ഏഷ്യൻ ശക്തിയാണ്. കുറിയ പാസുകളും അതുപോലെ തന്നെ നെടിയ പാസുകളും കൊണ്ട് ശ്രദ്ധ കണ്ടിട്ടുള്ള ടീമാണ്. കളിച്ച 2 കളിയും വളരെ മനോഹരമായി അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഏതൊരു ടീമിനും ഭീഷണിയാവാൻ തരത്തിലുള്ള പ്രതിരോധ നിര അത് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ജപ്പാന് ആക്രമണ നിര മാത്രമല്ല, മധ്യനിരയും അതുപോലെ തന്നെ പ്രതിരോധ നിരയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവസാനത്തെ 4 പേരിൽ അല്ലെങ്കിൽ സെമിയിലെത്തുന്ന ഒരു ടീം ജപ്പാനായിരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഏഷ്യൻ രാജ്യം കൂടിയാണല്ലോ, ഏഷ്യൻ ശക്തി കൂടിയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 10 ടീമുകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞ, 8 ടീമുകളാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് എന്നല്ല, ലോകത്തിൽ ആർക്കും തന്നെ ഈ 3 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ 8 ടീമുകളെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയില്ല. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏത് കാലത്തും അനിശ്ചിതത്വത്തിന്റെ ഒരു കളിയാണ് അല്ലെ? അനിശ്ചിതത്വം എപ്പോൾ വേണമെങ്കിലും എന്തുകൊണ്ട് സംഭവിക്കാവുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കളിയാണല്ലോ ഫുട്ബോൾ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അനിശ്ചിതത്വം തന്നെയാണ് അതിന്റെ പ്രാധാന്യം. അപ്പോൾ ഇത്രയ്ക്ക് അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ ആരാണ് ഫൈനലിൽ വരുന്നതെന്നും ആർക്കും ഇപ്പോഴും പറയാൻ കഴിയില്ല. ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. 10 മികച്ച ടീമുകൾ ഇപ്പോൾ തന്നെ അവരുടെ കളി പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.